ആറ്റുകാൽ പൊങ്കാല തുടങ്ങിയാൽ കർമ്മ ന്യൂസ് ടീമിന് ഒരു പ്രത്യേക ഉത്സാഹമാണ്. അത് ആറ്റുകാൽ പൊങ്കാല എന്നല്ല, തിരുവനന്തപുരത്തെ എന്ത് പരിപാടി വന്നാലും ഞങ്ങൾക്കൊരു പ്രത്യേക ഉത്സാഹമാണ് അവിടെ പോകാനും സ്റ്റോറി എടുക്കാനും. ആറ്റുകാൽ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആറ്റുകാൽ ഉത്സവം തുടങ്ങിയ ദിവസങ്ങൾ തുടങ്ങിയത് മുതൽ ഞങ്ങളെല്ലാവരും അമ്പലനടയിൽ ഓരോ ദിവസവും പോയി ഓരോരോ സ്റ്റോറികൾ എടുക്കുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ പൊങ്കാലയുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചു. ഇപ്പോൾ ഞങ്ങൾ പൊങ്കാലയുടെ തളിക്കാനുള്ള സമയം സമാഗതമായിരിക്കുകയാണ്. രാവിലെ പൊങ്കാല ആ ചൂടിൽ പൊങ്കാലയൊക്കെ ഇട്ട് പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുന്ന ആ നിമിഷത്തിനായി കാത്തിരിക്കുന്ന ഒരുപാട് പേർ ഇവിടെ കാത്തിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ പൊങ്കാല കലങ്ങളിലേക്ക് തീർത്ഥം തളിക്കാനുള്ള സമയം സമാഗതമായിരിക്കുകയാണ്. ഓരോരുത്തരും പൊങ്കാല അർപ്പിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുവെങ്കിലും അവർ ഇപ്പോഴും ആ തളിക്കുന്ന സമയത്ത് അവർക്കൊരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുമായി അവർ ആ പ്രാർത്ഥന മനസ്സിൽ ചൊല്ലി നിൽക്കുകയാണ് ഓരോ ഭക്തരും. എന്ത് തോന്നുന്നു ആറ്റുകാൽ അമ്മയുടെ നടയിൽ? അർച്ചനയ്ക്ക് എന്ത് തോന്നുന്നു? ഇത്തവണ ഒരുപാട് സ്റ്റോറീസ് ചെയ്യാൻ സാധിച്ചു. എന്ത് തോന്നുന്നു? വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു ചേച്ചി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ സാധിച്ചു. മാത്രമല്ല ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. കുറേയധികം നല്ല സ്റ്റോറീസ് എടുക്കാനും കുറേ നല്ല അനുഭവങ്ങൾ കിട്ടി. അതെ, തീർച്ചയായിട്ടും നമുക്ക് ഈ ജില്ല വിട്ട് വരുന്ന ആൾക്കാരുടെ അവരുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ട്. ആ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന് പൊങ്കാലയിട്ട് അത് തന്നെയാണ് കൂടുതലും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. ഇതും ജില്ല വിട്ട് വന്ന ആളാണ്, വയനാട്ടുകാരിയാണ്. വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പൊങ്കാലയിട്ടു, റിപ്പോർട്ട് ചെയ്തു. എന്ത് ഫീൽ ചെയ്യുന്നു ഇത്തവണ? എനിക്കിതൊരു പ്രത്യേക അനുഭവമാണ്. കാരണം ഞങ്ങളെ വയനാട് അങ്ങോട്ടേക്ക് പൊങ്കാല ഇല്ല. പിന്നെ കഴിഞ്ഞ വർഷം ഈ വർഷമാണ് ഞാൻ പൊങ്കാലയിൽ ഇങ്ങനെ റിപ്പോർട്ടിങ്ങിനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ പൊങ്കാല ഇടണം എന്നുള്ളതൊരു ആഗ്രഹമാണ്. അത് അടുത്ത വട്ടെങ്കിലും ഇടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി എല്ലാം സെറ്റാണ്, അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വർഷത്തെ ഊർജ്ജം സംഭരിക്കാനുള്ള ഒരു അവസരമാണ്. അത് ജോലിയിലായാലും നമ്മുടെ കുടുംബത്തിലായാലും എല്ലാം സന്തോഷം കൊണ്ടുവരാൻ, ആരോഗ്യം കൊണ്ടുവരാൻ, അമ്മയുടെ പ്രാർത്ഥന, അമ്മയോട് പ്രാർത്ഥിച്ച് നമ്മുടെ എനർജി കൊണ്ടുവരാനുള്ള ഒരു കാലയളവ് തന്നെയാണ് ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. എന്തായാലും ഈ വർഷത്തെ ഞങ്ങളുടെ പൊങ്കാല ഇത്രമാത്രം ഐശ്വര്യമാക്കി തീർത്ത ആറ്റുകാലമ്മയ്ക്ക് ഞങ്ങളൊരു നന്ദി, ആ പാദങ്ങളിൽ ആ ഒരു നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പൊങ്കാല എന്ന പൊങ്കാലയുടെ ആ ഒരു കവറേജ് ഞങ്ങളിവിടെ പൂർണ്ണമാക്കുകയാണ്. ആറ്റുകാലമ്മയ്ക്ക് ഒരുപാട് നന്ദി. അമ്മേ ശരണം, ദേവി ശരണം.